ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിവിടെ പച്ചരി ഉപയോഗിച്ചല്ല നെയ്യപ്പം റെഡിയാക്കിയിട്ടുള്ളത്, നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് നെയ്യപ്പം റെഡിയാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാം, അതുപോലെ ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ നുറുക്ക് ഗോതമ്പുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ വെക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്കുള്ള ശർക്കര മെൽറ്റാക്കി എടുക്കാം. ഇതുപോലെ 5 കഷ്ണം ശർക്കരയാണ് ഞാനിവിടെ മെൽറ്റാക്കുന്നത്. 1 ഗ്ലാസ് വെള്ളത്തിലാണ് മെൽറ്റാക്കി എടുക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. ഈ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന് മുകളിൽ വെള്ളം വരരുത്, ഒപ്പായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ കേട്ടോ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് 1 നുള്ളു ബേക്കിംഗ് സോഡ, ശർക്കരപ്പാനി, അതുപോലെ കുറച്ച് എള്ള്, ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുത്തത്, ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറക്കാത്തയോ റവ ആയിരിക്കും കേട്ടോ. തരിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ എള്ളും ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുത്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാനിവിടെ മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ളു ബേക്കിംഗ് സോഡയാണ്. അതുകൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ലൂസായ മാവാണെന്ന് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയായിരിക്കും കേട്ടോ. നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരുമല്ലോ, അപ്പോൾ ഒന്നും കൂടി കട്ടിയായിരിക്കും. കട്ടി കൂടി പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അരമണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഒഴിച്ച ഉടനെ തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് അങ്ങ് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, സാവകാശം വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു വശം ആയതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളും പുറവും എല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അപ്പം നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സോഫ്റ്റ്നെസ് കുറച്ച് കുറയുന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ നെയ്യപ്പവും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് നെയ്യപ്പം റെഡിയാക്കി നോക്കുക. പച്ചരിയേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ മുഴുവൻ നെയ്യപ്പം ഇതുപോലെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചായയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഞാനിതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. താങ്ക്